കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ ടോൾ പിരിവിനെതിരെ പ്രതിഷേധവുമായി മത്സ്യവിതരണ തൊഴിലാളികൾ. മറ്റ് ഹാർബറുകളിലേക്കാൾ ഉയർന്ന തുക ഇവിടെ ഈടാക്കുന്നതായാണ് പരാതി. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഒരു തവണ ഹാർബറിൽ പ്രവേശിക്കുന്നതിന് ഇരുചക്രവാഹനങ്ങൾ 6 രൂപയായിരുന്നു ടോൾ നൽകിയിരുന്നത്. എന്നാൽ കരാർ പുതുക്കിയതോടെ അത് 10 രൂപയായി വർദ്ധിപ്പിച്ചു. മത്സ്യവുമായി പുറത്തിറങ്ങാൻ വീണ്ടും 10 രൂപ ടോൾ ഈടാക്കുന്നു. മത്സ്യത്തിന്റെ ഗുണനിലവാരമനുസരിച്ച് അധിക തുക ഈടാക്കുന്നതായും പരാതിയുണ്ട്. നമ്മൾ ആദ്യം 6 രൂപയും കൊടുത്തിരുന്നത്, ഇപ്പോൾ ഓരോ ട്രിപ്പിനും 20 രൂപ വാങ്ങുന്നത്. അപ്പം നമ്മൾ 3-4 പ്രാവശ്യം കയറി വരുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളോട് ഒരു വെത്തിൻ്റെ കൈമിൽ നിന്ന് ഒരു 100 രൂപകളാവും. അപ്പം ഒരു 500 കച്ചവടക്കാർ ഇവിടെ വരുന്നുണ്ട്. ആ 500 കച്ചവടക്കാരൻ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് വലിയ പിടിച്ചു വെച്ച് വാങ്ങുന്നത്. അത് പിടിച്ചു വെച്ച് വാങ്ങുന്നത്. അത് ഒരു പ്രാവശ്യം കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടുന്നില്ല, പിടിച്ചു വെക്കാണ് ഒരു കച്ചവടക്കാരോട്. എന്നാൽ നഗരത്തിലെ പ്രധാന ഹാർബറുകളായ ബേപ്പൂർ, വെള്ളയിൽ എന്നിവിടങ്ങളിൽ 5 രൂപയാണ് ടോൾ ഈടാക്കുന്നതെന്ന് മത്സ്യവിതരണ തൊഴിലാളികൾ പറയുന്നു. മർച്ചന്റ് കമ്മീഷന്റെ മെമ്പർമാരും പുതിയാപ്പ അരേ സമാജത്തിന്റെ മെമ്പർമാരും കൂടി അവരായിട്ട് വിളിച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ട് അതൊരു പ്രാബല്യത്തിൽ വന്നിട്ടില്ല. മറ്റു വാഹനങ്ങളുടെ ടോൾ നിരക്കുകളും ഇരട്ടിയായി ഉയർത്തി. പ്രശ്നത്തിൽ തുറമുഖ വകുപ്പ് അധികാരികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമര നടപടിക്കൊരുങ്ങുകയാണ് തൊഴിലാളികൾ. മുഹമ്മദ് അസ്ഹർ, റിപ്പോർട്ടർ, കോഴിക്കോട്.